സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ആദ്യം ഈ ദൃശ്യം നോക്കൂ. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ഇത്. ന്യൂയോർക്കിലെ തെരുവിൽ പോലീസുമായി നേരിട്ട് സംസാരിക്കുകയാണ് അദ്ദേഹം. എന്താണ് കാരണം? അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തെ ന്യൂയോർക്ക് പോലീസ് തടഞ്ഞു. വെറും 1.5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഫ്രഞ്ച് എംബസിയിലേക്ക് പോകാൻ സമ്മതിച്ചില്ല. പ്രസിഡന്റ് ട്രംപിന്റെ വാഹന വ്യൂഹം കടന്നു പോകാതെ എംബസിയിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് പോലീസ് അറിയിച്ചത്. തുടർന്ന് അദ്ദേഹം ഫോണിൽ ട്രംപിനെ തന്നെ വിളിച്ചു. ഞാൻ താങ്കളെ കാത്ത് വഴിയിൽ കിടക്കുകയാണെന്ന് തമാശ കലർത്തി മാക്രോൺ ട്രംപിനോട് പറഞ്ഞു. പിന്നീട് ട്രംപിന്റെ വാഹന വ്യൂഹം കടന്നു പോയെങ്കിലും പോലീസ് നടപ്പാത മാത്രമാണ് തുറന്നു കൊടുത്തത്. അതിലൂടെ മാക്രോണിനും സംഘത്തിനും കാൽനടയായി ഫ്രഞ്ച് എംബസിയിലേക്ക് പോകേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ഐക്യരാഷ്ട്രസഭ സെഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് മാക്രോണിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ഈ ദൃശ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തി കഴിഞ്ഞു. പലസ്തീൻ അനുകൂല പ്രഖ്യാപനം നടത്തിയ മാക്രോണിനെ മനഃപൂർവ്വം അപമാനിക്കാനുള്ള ശ്രമമാണ് നടന്നത് എന്നാണ് വിമർശനം ഉയരുന്നത്. ട്രംപിന്റെ പവർ പ്ലേ ആണിതെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു. അതല്ല, ഇതൊരു ലൈറ്റ് ഹാർട്ടഡ് ഡിപ്ലോമാറ്റിക് മൊമെന്റ് ആണെന്നാണ് ചിലരുടെ കമന്റുകൾ. UN ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ 1.5 കിലോമീറ്റർ മാത്രമുള്ള ഫ്രഞ്ച് എംബസിയിലേക്ക് പോകാൻ മാക്രോണിന് സൗകര്യമൊരുക്കണമായിരുന്നു എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. മറ്റൊരു രാഷ്ട്രത്തലവനെ അപമാനിച്ചു എന്നൊക്കെയുള്ള കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. എന്തായാലും ഇതിനെ മാക്രോണിന്റെ പലസ്തീൻ അനുകൂല പ്രഖ്യാപനവുമായി കൂട്ടി വായിക്കുകയാണ് മിക്കവരും. ട്രംപ് മാക്രോണിനോടും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമറിനോടും കടുത്ത ദേഷ്യത്തിലാണെന്നാണ് റിപ്പോർട്ട്. ഇവരുടെ പലസ്തീൻ അനുകൂല പ്രഖ്യാപനം നെതന്യാഹുവിനും അപ്പുറം ട്രംപിനെ കുഴപ്പത്തിലാക്കുന്നുണ്ട്. അതാണ് കാര്യം. അത് UN പ്രസംഗത്തിൽ ട്രംപ് പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിനിടെ ഗാസയും പലസ്തീനുമായി ബന്ധപ്പെട്ട് പുതിയ സാഹചര്യങ്ങൾ ഉയർന്നു വരികയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പ്രമുഖ രാജ്യങ്ങളെല്ലാം പലസ്തീൻ അനുകൂല പ്രഖ്യാപനവുമായി രംഗത്ത് വന്നതോടെയും ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തതോടെ അന്താരാഷ്ട്ര തലത്തിൽ തീർത്തും ഒറ്റപ്പെട്ട ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ രക്ഷിക്കാൻ വീണ്ടും ട്രംപ് തന്ത്രവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പുതിയ ഒത്തുതീർപ്പ് ഫോർമുല അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനാണ് ട്രംപിന്റെ നീക്കം. ഗാസയിൽ എത്രയും പെട്ടെന്ന് സമാധാനം കൊണ്ടുവരുമെന്ന് UN ട്രംപ് പ്രഖ്യാപിച്ചത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. ഐക്യരാഷ്ട്രസഭ സമ്മേളനത്തിനിടയ്ക്ക് തന്നെ നേരത്തെ പറഞ്ഞ കൂടിക്കാഴ്ച നടക്കുമെന്നാണ് റിപ്പോർട്ട്. അതായത് ചർച്ച നടത്തിയെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ് ട്രംപ് നടത്തുന്നത് എന്നാണ് വിലയിരുത്തൽ. ഖത്തറിൽ നടന്നുകൊണ്ടിരുന്ന ഗാസ സമാധാന ചർച്ച ഖത്തറിലെ ഹമാസ് നേതാക്കളെ ആക്രമിച്ച് പൊളിച്ചു കളഞ്ഞ നെതന്യാഹുവിന്റെ മറ്റൊരു തന്ത്രമാണ് ട്രംപിന്റെ ചർച്ചയെന്നാണ് ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. അതിനിടെ ഗാസയിലെ ഇസ്രയേൽ വംശഹത്യക്കെതിരെ ഇറ്റലിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറി. ലോകരാജ്യങ്ങളിൽ എല്ലാം ഗാസയിലെ ക്രൂരകൃത്യത്തിനെതിരെ പ്രതിഷേധം രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനെയുള്ള പുതിയ സാഹചര്യങ്ങളെ വിലയിരുത്തുകയാണ് ഈ വീഡിയോ. ആദ്യം ട്രംപ് നടത്തുന്ന നീക്കങ്ങളെ സൂക്ഷ്മമായി നമുക്ക് പരിശോധിക്കാം. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും പലസ്തീന്റെ ഭാവി തീരുമാനിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ട്രംപ് അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് മുന്നിൽ വെക്കുക എന്നതാണ് സൂചന. സൗദി അറേബ്യ, ഖത്തർ, UAE, ഈജിപ്റ്റ്, ജോർദാൻ, തുർക്കി, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യ നേതാക്കളുമായാണ് ട്രംപ് ചർച്ച നടത്തുക എന്നതാണ് വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുന്നത്. നെതന്യാഹുവിനും ട്രംപിന്റെ ഈ പദ്ധതിയെക്കുറിച്ച് അറിയാം എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പദ്ധതിയിൽ ഹമാസിനെ അടുപ്പിക്കില്ല. എന്നാൽ മഹ്മൂദ് അബ്ബാസിന്റെ പലസ്തീൻ അതോറിറ്റിക്ക് പങ്കാളിത്തം ഉണ്ടാകും. അതിനെയും നെതന്യാഹു, അതായത് ഈ പലസ്തീൻ അതോറിറ്റിയുടെ പങ്കാളിത്തത്തെയും നെതന്യാഹു എതിർക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗാസയുടെ പുനർനിർമ്മാണത്തിനായി ഒരു ബഹുരാഷ്ട്ര സമാധാന സേനയെ നിയോഗിക്കുന്നതും പദ്ധതിയിലുള്ള നിർദ്ദേശമാണ്. ഗാസയ്ക്കായി സമാധാന സേനയെ നൽകാൻ തങ്ങൾ തയ്യാറാണെന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പലസ്തീനെ കുറിച്ചുള്ള UN സെഷനിൽ വ്യക്തമാക്കിയിരുന്നു. ഇന്തോനേഷ്യയെയും ചർച്ചയിലേക്ക് ട്രംപ് വിളിച്ചത് ഈ ഒരു പ്രഖ്യാപനത്തിന്റെ സാഹചര്യത്തിലാണ് എന്നാണ് അറിയുന്നത്. ട്രംപിന്റെ ഇപ്പോഴത്തെ ചർച്ചയെയും നീക്കത്തെയും ഇസ്രയേലിനെ രക്ഷിക്കാനുള്ള നീക്കമായി തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭ സമ്മേളനം നടക്കുന്ന സമയത്തുള്ള ഈ കൂടിക്കാഴ്ചകൾ. ഫോക് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ് എന്ന് തോന്നുന്നു. ട്രംപിന് ഹമാസ് നേതാക്കൾ ഒരു കത്ത് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപ് നിർദ്ദേശിക്കുന്ന 60 ദിവസത്തെ വെടിനിർത്തലിന് പകരമായി ജീവിച്ചിരിപ്പുള്ള, അതായത് 22ഓളം ഇസ്രയേൽ ബന്ദികളെ ഉടൻ തന്നെ വിട്ടയക്കാമെന്നാണ് ഹമാസിന്റെ ഉറപ്പ്. ഹമാസിന്റെ ഈ കത്ത് ഖത്തർ നേതാക്കളുടെ കൈവശമാണുള്ളത്. ഐക്യരാഷ്ട്രസഭ സമ്മേളനത്തിനെത്തുന്ന ഖത്തർ നേതാക്കൾ ഈ കത്ത് ട്രംപിന് കൈമാറുമെന്നാണ് റിപ്പോർട്ടുകൾ.
ചരിത്രപരമായി തന്നെ ഇസ്രയേലിനെ പിന്തുണച്ചിരുന്ന ഫ്രാൻസിനെയും ബ്രിട്ടനെയും പോലുള്ള രാജ്യങ്ങൾ പലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കുമ്പോൾ അത് വലിയ പ്രതിസന്ധി തന്നെയാണ് നെതന്യാഹുവിന് മുന്നിൽ സൃഷ്ടിക്കുന്നത്, പ്രത്യേകിച്ച് ബ്രിട്ടന്റെ പ്രഖ്യാപനം. കാരണം 1917 ബാൽഫോർ പ്രഖ്യാപനത്തിലൂടെ ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിക്കുന്നതിൽ അടിത്തറയിട്ട രാജ്യമാണ് ബ്രിട്ടൻ. ആ ബ്രിട്ടൻ ഇപ്പോൾ എടുക്കുന്ന നിലപാടിന് ചരിത്രപരമായ ഭാരമുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ബ്രിട്ടന്റെ തിരുത്തലാണ് ഇതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. പലസ്തീൻ തന്നെ ഇനി ഉണ്ടാകില്ല എന്നുള്ള വീരവാദം നെതന്യാഹു മുഴക്കിയത് മറ്റൊരു പ്രതിസന്ധിയും ഇസ്രയേലിന് മുന്നിൽ സൃഷ്ടിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ബ്രിട്ടൻ ഫ്രാൻസ് പ്രതിസന്ധിക്ക് അപ്പുറം മറ്റൊരു പ്രതിസന്ധി കൂടി ഇസ്രയേലിന് മുന്നിൽ സൃഷ്ടിക്കുന്നുണ്ട്. അത് UAE ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള അബ്രഹാം അക്കോർഡ്സ് കരാറിനെ പ്രതിസന്ധിയിലാക്കാനുള്ള ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അത് പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമാണ്. ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും വലിയ നേട്ടമായ അവതരിപ്പിക്കപ്പെട്ട കരാർ റദ്ദാക്കപ്പെടാൻ വരെ സാധ്യതയുണ്ട്. അത് നെതന്യാഹുവിന് അപ്പുറം ട്രംപിന് താങ്ങാൻ കഴിയാത്ത തിരിച്ചടിയാണ്. കാരണം ട്രംപ് ആഗ്രഹിക്കുന്ന സമാധാന നൊബേൽ ശുപാർശയിൽ പോലും ഈ കരാർ ഇടം നേടിയിട്ടുണ്ട്. ഈ അബ്രഹാം അക്കോർഡ്സ് കരാർ വിപുലീകരിക്കണം എന്നുള്ളതൊക്കെയാണ് ട്രംപിന്റെ ആഗ്രഹം. പക്ഷേ നെതന്യാഹുവിന്റെ നയങ്ങൾ അതിന് തടസ്സമാകുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. നെതന്യാഹുവിന്റെ പലസ്തീൻ വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ ഇതിനകം തന്നെ UAE രംഗത്ത് വന്നിട്ടുണ്ട്. ഈ അബ്രഹാം അക്കോർഡ്സിൽ ഉള്ള UAE രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചപ്പോൾ ഇസ്രയേൽ നയതന്ത്രപരമായ നടപടിയെടുത്തിരുന്നു. അതായത് ഈ രാജ്യങ്ങളിലെ അംബാസഡർമാരെ പിൻവലിച്ചു. എന്നാൽ ഫ്രാൻസും ബ്രിട്ടനും കാനഡയും ഒക്കെ പലസ്തീൻ അനുകൂല നിലപാട് എടുക്കുമ്പോൾ നെതന്യാഹുവിന് അത്തരം നടപടികളിലേക്ക് പോകാൻ പറ്റില്ല. അത് സങ്കീർണവും ദോഷകരവുമായ കാര്യങ്ങളിലേക്ക് ഇസ്രയേലിനെ നയിക്കുമെന്ന് നെതന്യാഹുവിന് നയതന്ത്രജ്ഞർ തന്നെ മുന്നറിയിപ്പ് നൽകിയൊരു സാഹചര്യം മുന്നിലുണ്ട്. നെതന്യാഹു പറഞ്ഞ സാമ്പത്തികമായ ഒറ്റപ്പെടൽ കൂടുതൽ രൂക്ഷമാകാനേ അത് ഉപകരിക്കൂ എന്നാണ് അവരുടെ മുന്നറിയിപ്പ്. പുതിയ സാഹചര്യം നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റ് വിളിച്ച് ചർച്ച ചെയ്തു എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല തീവ്ര വലതുപക്ഷ മന്ത്രിമാരെ, അതായത് പലസ്തീന്റെ ഉന്മൂലനം ലക്ഷ്യമിടുന്ന മന്ത്രിമാരെ ഒഴിവാക്കിയാണ് ഈ സുരക്ഷാ ക്യാബിനറ്റ് ചേർന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇതിൽ നിന്നെല്ലാം നെതന്യാഹു അകപ്പെട്ട പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാണ്. ബ്രിട്ടനെയും ഫ്രാൻസിനെയും കാനഡയും ഒക്കെ പെട്ടെന്ന് അവരുമായിട്ടുള്ള ബന്ധം പെട്ടെന്ന് വെട്ടിമുറിക്കാൻ നെതന്യാഹുവിന് കഴിയില്ല എന്നത് തന്നെയാണ് അതിന് കാരണം. ഇതിനിടയിലാണ് G7 രാജ്യങ്ങളിൽ പ്രധാനിയായ ഇറ്റലിയിലും പലസ്തീൻ അനുകൂല മൂവ്മെന്റ് ശക്തി പ്രാപിക്കുന്നത്. ഇതുവരെ കാണാത്ത പ്രതിഷേധത്തിനാണ് ഇറ്റലി സാക്ഷ്യം വഹിച്ചത്. തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഗാസയിലെ വംശഹത്യയിൽ പ്രതിഷേധിച്ച് 24 മണിക്കൂർ പണിമുടക്ക് നടന്നത്. വിവിധ നഗരങ്ങളിൽ പ്രതിഷേധക്കാർ ട്രെയിനുകൾ തടഞ്ഞു, റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി, തുറമുഖങ്ങളെപ്പോലും പ്രതിഷേധം ബാധിച്ച ഒരു സാഹചര്യമുണ്ടായി. ഫ്രാൻസ് വരെ പലസ്തീനെ അംഗീകരിച്ചിട്ടും എന്തുകൊണ്ട് ഇറ്റലി അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ള സുപ്രധാനമായ ചോദ്യമാണ് പ്രതിഷേധക്കാർ ഉയർത്തുന്നത്. രാജ്യവ്യാപക പ്രതിഷേധം ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോനിക്കുമേൽ രാഷ്ട്രീയ സമ്മർദ്ദം കൂട്ടുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. ജനവികാരം തിരിച്ചറിയണമെന്ന് സർക്കാരിൽ നിന്ന് തന്നെ മെലോനിക്കെതിരെ ശബ്ദം ഉയരുന്നുണ്ടത്രേ. G7 രാജ്യങ്ങളിൽ നമുക്കറിയാം ഫ്രാൻസും ബ്രിട്ടനും കാനഡയും പലസ്തീനെ അംഗീകരിച്ചു കഴിഞ്ഞു. ജർമ്മനിയിലെ ജനകീയ സമ്മർദ്ദവും പലസ്തീന് അനുകൂലമാണെന്ന് പറയാം. ചാൻസലർ മെഴ്സർ ഗാസയിലെ ഇസ്രയേൽ ക്രൂരതയ്ക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ശക്തമായ സമ്മർദ്ദം ഇറ്റലിക്ക് മുകളിലുണ്ട്. ഈ സാഹചര്യങ്ങളിൽ ഇറ്റലി ഇനി എടുക്കുന്ന തീരുമാനവും വളരെ പ്രസക്തമാണെന്ന് പറയേണ്ടി വരും. ഗാസയിൽ ഇസ്രയേൽ സൃഷ്ടിക്കുന്ന ഭീകരമായ അവസ്ഥ, ഒപ്പം നെതന്യാഹുവിന്റെ താൻ പോരിമ, ഇതെല്ലാം തന്നെയാണ് ഈ എല്ലാ രാഷ്ട്രത്തലവന്മാരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്നത് എന്ന് വേണം പറയാം. നെതന്യാഹു ഇതെല്ലാം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് ഭയന്നിട്ടാണ് എന്നുള്ള വിമർശനം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. മുൻ ഇസ്രയേലി നയതന്ത്രജ്ഞർ തന്നെ ഈ വിമർശനം മുന്നോട്ട് വെക്കുന്നുമുണ്ട്. എന്താകും പുതിയ സാഹചര്യങ്ങൾ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു അവസ്ഥയാണുള്ളത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.